നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ഈ വ്യക്തി സന്തോഷിക്കാൻ കാരണം നിങ്ങളാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു യുദ്ധത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രയും അതീതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു സ്നേഹം തന്നെയാണ്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാനാവില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ഒന്നായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ മനസ്സിലെ നന്മയും ഈ വ്യക്തിയുടെ മനസ്സിലെ ആത്മാർത്ഥ സ്നേഹവും കണ്ടിട്ടാണ് നിങ്ങൾ പരസ്പരം സ്നേഹത്തിലായിട്ടുള്ളത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് പൊരുത്തപ്പെട്ട് മുന്നേറി പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത് നിങ്ങളാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരുപാട് അറിവുകൾ ഈ വ്യക്തിക്ക് നേടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് അറിവുകൾ നേടുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എനർജി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള ശത്രുക്കൾ കാരണം അതിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഉറപ്പായിട്ടും ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളിലൂടെ പുതിയൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കാര്യം മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റാരുടെയും സ്നേഹം ആവുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ന് ഈ വ്യക്തി അറിയുകയാണ്. ഈ വ്യക്തിക്ക് വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഊർജത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളെ മറന്നു കളയാനും വേണ്ടാന്ന് വെക്കാനും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കളുടെ കടന്നാക്രമണം, ശത്രുക്കളുടെ സാന്നിധ്യം എന്നിങ്ങനെയുള്ള കാരണത്താൽ ഈ വ്യക്തി നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ശത്രുക്കൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥ സ്നേഹം മാത്രമാണ് ഉള്ളതെന്നും ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളാണ്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരെയും രണ്ട് പാത്രത്തിലാക്കുവാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ള ചിന്താഗതിയോടെയാണ് നിൽക്കുന്നത്.
ഏത് സാഹചര്യത്തിലും എവിടെയും പോയാലും ഈ വ്യക്തിയോടൊപ്പം നിങ്ങളും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തി എന്ത് വില കൊടുത്തും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായി ഒന്നായി ജീവിക്കുവാനും തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തരത്തിലുള്ള ആനന്ദവും ഈ വ്യക്തിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സന്തോഷവും ഈ വ്യക്തിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തരത്തിലുമുള്ള ജീവിത സായാഹ്നത്തിലും നിങ്ങൾ കൂടെ വേണമെന്നുള്ള ചിന്ത മാത്രമാണ് ഈ വ്യക്തിയെ അന്നും ഇന്നും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾ പൂർവജന്മത്തിലും നിങ്ങൾ സ്നേഹിതരായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടവരായിരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ മറ്റാരൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മറക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഇവിടെ അതുകൊണ്ട് ഈ വ്യക്തി എല്ലാ തരത്തിലും മാറ്റങ്ങൾ വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്നേഹത്തെക്കുറിച്ചും പരസ്പര ധാരണയെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വെറുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ ഒരുപാട് ശത്രുക്കളുടെ ദോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മറന്നു കളയാൻ ആവുകയില്ല. അതുകൊണ്ട് ഈ വ്യക്തിയുടെ സ്നേഹം അല്ലെങ്കിൽ സ്നേഹം ആയിട്ടുള്ള ആ ഒരു ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു കാലഘട്ടത്തും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ വ്യക്തി വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലും മാറ്റങ്ങളോടുകൂടി മുന്നേറാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ പാനപാത്രം എപ്പോഴും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ശത്രുക്കൾ ആരൊക്കെ വന്നാലും നിങ്ങളെ വിട്ടുകൊടുക്കാനും നിങ്ങളെ വേണ്ടാന്ന് വെക്കാനും ഈ വ്യക്തി തയ്യാറല്ല. ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കാനും നിങ്ങളോട് ഹൃദയ സംബന്ധമായിട്ടുള്ള വാക്കുകൾ പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒരുമിച്ച് കൂടിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഉറപ്പായും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് അറിവുകളാണ് ഈ പ്രണയബന്ധത്തിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അറിവുകൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും സ്വയമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമല്ല. നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നപ്പോൾ സ്വമേധയ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആത്മീയമായിട്ടുള്ള അറിവുകളാണ്. അതുകൊണ്ട് ഇത് സാധാരണ രീതിയിലുള്ള ഒരു ബന്ധമായി കണക്കാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. ഈ വ്യക്തിക്ക് അറിയാം ഇതൊരു സാധാരണ ബന്ധമല്ല എന്നും അനുഗ്രഹീതമായിട്ടുള്ള ബന്ധമാണ് എന്നും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വ്യക്തി അതിനനുസരിച്ചാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഈ വ്യക്തിക്കും വേണം എന്നുള്ള ആഗ്രഹവും ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.